അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള തർക്കവും ഒപ്പം തന്നെ ഇറാനിലെ ഭരണമാറ്റത്തെ ചൊല്ലി വൈറ്റ് ഹൌസിനുള്ളിൽ ഉടലെടുത്ത ഭിന്നതകളും പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. വൻ ശക്തികളുടെ ഈ നീക്കങ്ങളെയും അതിന് പിന്നിലെ നയതന്ത്ര തന്ത്രങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ വിശകലനങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇറാൻ കൈവശം വെച്ചിരുന്നതും എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്ന് മരവിപ്പിക്കപ്പെട്ടതുമായ ഫണ്ടുകൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തപ്പെട്ടത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇറാൻ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും മാത്രമേ വാങ്ങാവൂ എന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവന ഇതിനകം വലിയ വാർത്തയായിരുന്നു. അമേരിക്കയുടെ ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ആണ് അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത്. തങ്ങളുടെ സ്വന്തം പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ലെന്ന് ഗാലിബാഫ് വ്യക്തമാക്കി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ ഇറാനെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ നിബന്ധനകളും അംഗീകരിക്കാൻ ടെഹ്റാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഇത്തരം കടുത്ത ഉപാധികൾ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഗാലിബാഫ് വിശേഷിപ്പിച്ചത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയും തങ്ങളെ വരുതിയിലാക്കാമെന്ന് വാഷിംഗ്ടൺ കരുതേണ്ടതില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ വിപണികൾ കണ്ടെത്താൻ ഇറാൻ അറിയാമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ഗാലിബാഫിന്റേത്. മറുഭാഗത്ത് ഇറാൻ നയത്തെ ചൊല്ലി അമേരിക്കൻ ഭരണകൂടത്തിന്റെ തലപ്പത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര ഭിന്നതകൾ പുകയുകയാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക അഥവാ റെജിം ചേഞ്ച് നടത്തുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാണെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ കടുത്ത നിലപാടിനെ പരസ്യമായി തിരുത്തിക്കൊണ്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്തെത്തിയത്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നത് അമേരിക്കയുടെ ഔദ്യോഗിക വിദേശ നയത്തിന്റെ ഭാഗമല്ലെന്ന് മാർക്കോ റൂബിയോ പരസ്യമായി പ്രഖ്യാപിച്ചു. ട്രംപിന്റെ വിപരീത ദിശയിലുള്ള ഈ പ്രസ്താവന ആഗോള നയതന്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇറാനിലെ ജനങ്ങളാണ് അവിടുത്തെ ഭരണത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടതെന്നും മറിച്ച് ബാഹ്യശക്തികളുടെ ഇടപെടലിലൂടെ ഒരു ഭരണകൂടത്തെ താഴെയിറക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നില്ലെന്നുമാണ് റൂബിയോ വ്യക്തമാക്കിയത്. വൈറ്റ് ഹൌസിനുള്ളിലെ ഈ പരസ്യമായ അഭിപ്രായ വ്യത്യാസം ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളിലെ ഏകോപനമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും രണ്ട് തട്ടിൽ നിൽക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ട്രംപിന്റെ ആക്രമണാത്മക ശൈലിയും റൂബിയോയുടെ കൂടുതൽ നയതന്ത്രപരമായ സമീപനവും തമ്മിലുള്ള ഈ കൂട്ടുമുട്ടൽ അന്താരാഷ്ട്ര നിരീക്ഷകർ സസൂക്ഷ്മം വിലയിരുത്തുന്നു. ഈ നാടകീയമായ ആഗോള സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ റിഫാത്ത് ജാവേദ് നടത്തുന്ന മൂർച്ചയേറിയ വിശകലനങ്ങൾ ഈ വിഷയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പും പരസ്പര വിരുദ്ധമായ നിലപാടുകളും പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വാൻസിന്റെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ട്രംപ് റൂബിയോ ഭിന്നതയും അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയമായാണ് റിഫാത്ത് ജാവേദ് വിലയിരുത്തുന്നത്. തങ്ങളുടെ സ്വന്തം ഫണ്ട് തിരിച്ചു പിടിക്കുന്നതിനായി അമേരിക്കയുടെ മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങാൻ ഇറാൻ തയ്യാറല്ലെന്ന് ഗാലിബാഫിന്റെ വാക്കുകളിലൂടെ വ്യക്തമാണെന്ന് റിഫാത്ത് ജാവേദ് നിരീക്ഷിക്കുന്നു. ഉപരോധങ്ങളെ അതിജീവിച്ച് പരിചയമുള്ള ടെഹ്റാനുമേൽ ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ ഫലം കാണില്ല. മാത്രമല്ല അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു വിപണിയായി ഇറാനെ മാറ്റാനുള്ള JD വാൻസിന്റെ തന്ത്രമാണ് ഇവിടെ പാളിപ്പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിനകത്തെ ഭിന്നതകളെ റിഫാത്ത് ജാവേദ് കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ വിദേശ നയം ഇത്രയും ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതാകുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ട്രംപിന്റെ വാചക കസർത്തുകളെ സ്വന്തം സ്റ്റേറ്റ് സെക്രട്ടറിക്ക് തന്നെ തിരുത്തേണ്ടി വരുന്നത് വൈറ്റ് ഹൌസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളുടെയും നയപരമായ വ്യക്തത കുറവിന്റെയും തെളിവാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഈ ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ഇത് ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുന്ന ഒന്നാണ്. ഇറാനുമേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ
അത് റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന മറ്റൊരു ആഗോള സഖ്യത്തിലേക്ക് ഇറാനെ കൂടുതൽ അടുപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രം പണ്ടത്തെ പോലെ ഇപ്പോൾ എളുപ്പമല്ല. ഏഷ്യൻ രാജ്യങ്ങളുമായും മറ്റ് ആഗോള ശക്തികളുമായും ഇറാൻ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ വ്യാപാര ബന്ധങ്ങൾ അമേരിക്കൻ ഉപരോധങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പണം തിരികെ കിട്ടാൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങണമെന്ന കടുത്ത വാശി ഉപേക്ഷിക്കാൻ വാഷിംഗ്ടൺ നിർബന്ധിതരായേക്കാം. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയിലൂടെ അമേരിക്ക തങ്ങളുടെ ഇറാൻ നയത്തിൽ നേരിയ തോതിൽ പിന്നോട്ടു പോകുന്നതായുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. സൈനികമായ ഒരു ഏറ്റുമുട്ടലിലേക്കോ അല്ലെങ്കിൽ കടുത്ത ഭരണകൂട അട്ടിമറി നീക്കങ്ങളിലേക്കോ പോകുന്നത് പശ്ചിമേഷ്യയെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പെന്റഗണും വൈറ്റ് ഹൌസിലെ ഒരു വിഭാഗവും ഭയപ്പെടുന്നുണ്ടാകാം. ഗാലിബാഫിന്റെ ശക്തമായ പ്രതിരോധവും അമേരിക്കൻ ക്യാമ്പിലെ ആശയക്കുഴപ്പങ്ങളും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കും. നയതന്ത്ര തലത്തിൽ ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കനൽ പുകയുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഒരേ സമയം സാമ്പത്തികമായ പരമാധികാരത്തിന് വേണ്ടിയുള്ള ഇറാന്റെ പോരാട്ടവും വിദേശ നയത്തിൽ വ്യക്തതയില്ലാതെ ഉലയുന്ന അമേരിക്കൻ ഭരണകൂടവും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. വരും ആഴ്ചകളിൽ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന നയതന്ത്ര നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും.